നമ്മൾ ആദ്യം ഇവിടെ ഒരു തിരുവനന്തപുരത്തുള്ള ഒരു ബിൽഡറിനെ അടുത്ത് പോയിട്ടാണ്, ഒരു ആർക്കിടെക്റ്റിനെ അപ്രോച്ച് ചെയ്തിട്ടല്ല വീട് പണി തുടങ്ങിയത്. ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ആ പ്ലാനിലോട്ട് ചേരുന്ന രീതിയിലുള്ള ഇന്റീരിയർ വേണമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം 1-2 ഇന്റീരിയർ ഡിസൈനേഴ്സിൻ്റെ അടുത്ത് പോയി, അവരൊരു ഡിസൈനൊക്കെ നമുക്ക് തന്നു. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നിഷാന്തിൻ്റെ അടുത്ത് വന്നപ്പോൾ നിഷാന്ത് എക്സിസ്റ്റിംഗ് പ്ലാനിൽ തന്നെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. പുള്ളി ചെയ്തിട്ടുള്ള ചില ഡിസൈൻസ് ഒക്കെ കാണിച്ചു. അപ്പോൾ എനിക്കതെല്ലാം നമുക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ 2-3 ഇന്റീരിയേഴ്സിൻ്റെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഒരു നിഷാന്തിൻ്റെ ഡിസൈൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഈ കാണുന്നതെല്ലാം ഏകദേശം ആ ഡിസൈനിൻ്റെ പിക്ചറിലുള്ള രീതിയിൽ, ആ പിക്ചർ ആദ്യത്തെ വലിയ തീരെ കറക്ഷൻസ് ഒക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ അതിൻ്റെ ഐഡിയാസ് ഒക്കെ മിക്കവാറും കളറും എല്ലാം ഏകദേശം അതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഡിസൈൻ ഫേസിലല്ലാതെ ഒരു പാറ്റിയോ നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ ഡിസൈൻസ് ഒന്നും ഇനിഷ്യൽ സ്കെച്ചിലോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഫോട്ടോസ് റെഫറൻസ് അയച്ചു കൊടുത്ത് അതിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതും വളരെ നല്ലൊരു ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അത് നിഷാന്തിന് മാത്രം ഐഡിയ ആണ്, ഇങ്ങനെ തന്നെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, സൺലൈറ്റ് കുറച്ച് വരണം. നമ്മൾ ആദ്യം ഒരു ക്ലോസ്ഡ് ഡിസൈനൊക്കെ ആലോചിച്ചത്. അപ്പോൾ ഇപ്പം കാണുന്ന ഈ ഡിസൈൻ ഇൻറ്റാർട്ടിൽ നിന്നുള്ള നിഷാന്തിൻ്റെ ഐഡിയ തന്നെയാണ്. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾ.